മൈക്ക് ഓൺ ചെയ്യട്ടെ എല്ലാരും. ഓക്കെ മാം. ഇതാരാണ് ഐഫോൺ കാണിക്കുന്ന ആരാ? ഞാൻ മുസ്ലിന. ആവശ്യം. ഇന്നാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത്. കുട്ടികളുണ്ട്, അതുകൊണ്ടാണ് പിന്നെ മ്യൂട്ടാക്കിയത്. ആ ഓക്കെ. എന്താ എല്ലാരും ലെഡ്ജർ അക്കൗണ്ട്സ് വരച്ചാ? വരച്ചില്ലേ? ആരെങ്കിലും ഉണ്ടോ? വരക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല മാം. സിനാൻ കംപ്ലീറ്റ് ആയാ? സിനാൻ എല്ലാരും മൈക്ക് ഓൺ ചെയ്യണം കേട്ടോ. തീരെ പറ്റാത്തവര് മാത്രം ഓഫ് ചെയ്തിട്ടിരിക്കുക. കാരണം നിങ്ങളെ റെസ്പോണ്ട് കിട്ടുകൊണ്ട് എനിക്ക് ഒന്നും പിന്നെ പറയാൻ പറ്റൂല. ആബിദ് മൈക്ക് ഓഫ് ചെയ്തിരിക്കല്ലേ. ജസീല, സിനാൻ, ജസീല. മിസ്സേ മോൻ കരയുന്നോണ്ടാന്നേ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൺ ആക്കിക്കോളാം. ആ ഓക്കെ. സിനാൻ എന്തേ മൈക്ക് ഓൺ ചെയ്യാത്തെ? ക്യാഷ് അക്കൗണ്ട് കംപ്ലീറ്റ് ആയില്ലേ നിങ്ങളത്? ആ ഓക്കെ. എത്ര ബാലൻസ് ഇട്ട ക്യാഷ്? 8 ക്യാഷ് lakh അക്കൗണ്ട് ബാലൻസ് 8,37,000. എത്ര ക്യാഷ് അക്കൗണ്ട് ബാലൻസ്? 8,37,000. 37,000. ഓക്കെ. 8,37,000. ക്യാപിറ്റല് 10 lakh. 10 10 ലാക്ക്. lakh. ടോട്ടൽ എത്ര ലെഡ്ജേഴ്സ് കിട്ടിയിട്ടുണ്ട്? 14 അല്ലേ? 14. Okay, 14 ലെഡ്ജേഴ്സ്. അതില് പർച്ചേസിന്റെ ബാലൻസ് എത്ര കിട്ടിയത്? 47,000. 47. എത്രയാണ് കിട്ടിയത് പർച്ചേസ്? 47,000. 47,000. എല്ലാവർക്കും കിട്ടിയിട്ടില്ലേ? അതെ. സെയിൽസ് 2,000. സെയിൽസ് ചെയ്തിട്ടില്ല. സെയിൽസ് 67. 60. ഓക്കെ. Ayana, don't make noise. അപ്പൊ നമ്മള് 14 ലെഡ്ജേഴ്സും വരച്ച് അതിന്റെ ബാലൻസും എഴുതി അല്ലെ? നമ്മുടെ ബിസിനസ്സിൽ ആദ്യം ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാല് ഫസ്റ്റ് ജേണലായിട്ട് റെക്കോർഡ് ചെയ്യും. പിന്നെ ഇതുപോലെ ഓരോ ലെഡ്ജേഴ്സും വരച്ചിട്ട് ഇതുപോലെ ബാലൻസ് എഴുതും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രയൽ ബാലൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യലാണ്. ഓക്കെ. ട്രയൽ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ ലെഡ്ജർ നമ്മളിപ്പോ ഇത്രയും 14 ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തല്ലോ, അതിന്റെ ബാലൻസസ് ഒക്കെ ഇല്ലേ? ഇപ്പൊ ഓരോന്നിനും നമുക്ക് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടില്ലേ?
ആ. ആ ബാലൻസ് ഒക്കെ നമ്മൾ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് എഴുതിയിട്ട് ട്രയൽ ബാലൻസ് അക്കൗണ്ട് ടാലി ആക്കും. അങ്ങനെ ടാലി ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഇതുവരെ ചെയ്ത ജേർണൽ എൻട്രീസ് അതുപോലെ തന്നെ ലെഡ്ജർ അക്കൗണ്ട്സ് ഒക്കെ കറക്റ്റ് ആണെന്ന്. ഇനി എന്തേലും ടാലി ആവാതെ വരാണെങ്കിൽ ട്രയൽ ബാലൻസ് അക്കൗണ്ട് ടാലി ആയിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്തതിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, എന്നോടുണ്ട് ഞാൻ ഏതോടെ അപ്പൊ നമുക്ക് നമ്മളിപ്പോ ജേർണൽ എൻട്രീസ് എഴുതി ലെഡ്ജർ അക്കൗണ്ട്സ് വരച്ച് ഇനി നമുക്ക് വരക്കേണ്ടത് ട്രയൽ ബാലൻസ് അക്കൗണ്ട് ആണ്. അപ്പൊ ട്രയൽ ബാലൻസ് അക്കൗണ്ട് എങ്ങനെയാന്ന് നോക്കാം. ഇങ്ങനെയാണ് ട്രയൽ ബാലൻസ് അക്കൗണ്ട് വരാം. ട്രയൽ ബാലൻസ് അക്കൗണ്ട് ആസ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഏത് ഡേറ്റിലാണോ നമ്മൾ ഇയർ എൻഡിങ്ങിലാണ് ഫൈനൽ അക്കൗണ്ട്സ് വരക്കുക. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ട്രയൽ ബാലൻസ് അക്കൗണ്ട് വരക്കും. ഏത് ഡേറ്റിലാണോ വരക്കുന്നത് ആ ഡേറ്റ് ഇവിടെ കൊടുക്കുക ആസ് ഓൺ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഈ ഒരു ഫോർമാറ്റിലാണ് ട്രയൽ ബാലൻസ് അക്കൗണ്ട് വരക്കുക. ഇവിടെ പർട്ടിക്കുലേഴ്സ് ഉണ്ടാവും, പിന്നെ ഡെബിറ്റ് സൈഡ് ഉണ്ടാവും, ഡെബിറ്റ് കോളും ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് കോളും ഉണ്ടാവും. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഡെബിറ്റ് സൈഡിൽ ഏതൊക്കെ ബാലൻസസ് ആണ് എഴുതാം, അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ ഏതൊക്കെ ബാലൻസസ് ആണ് എഴുതാം. നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ താഴെ നോക്കാം. സ്ക്രീൻ കാണുന്നില്ലേ? താഴെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഡെബിറ്റ് സൈഡിൽ വരുന്നത്, ഡെബിറ്റ് കോളത്തിൽ വരുന്നത് അസറ്റ്സ്, എക്സ്പെൻസസ്, ഡ്രോയിങ്സ്. ഓക്കെ, ഈ ഡെബിറ്റ് കോളത്തിൽ വരുന്നത് ഏതൊക്കെ ബാലൻസ് ആണ്? അസറ്റിന്റെയും എക്സ്പെൻസസിന്റെയും ഡ്രോയിങ്സിന്റെയും ബാലൻസസ് ആണ് ഇവിടെ കാണിക്കേണ്ടത് ഡെബിറ്റ് സൈഡ്. ഇനി ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ക്യാപിറ്റൽ, ലാബിലിറ്റീസ് ആൻഡ് ഇൻകം. ഓക്കെ, ക്രെഡിറ്റ് സൈഡില് ക്യാപിറ്റൽ, ലാബിലിറ്റീസ് ആൻഡ് ഇൻകം, ഡെബിറ്റ് സൈഡിൽ അസറ്റ്സ്, എക്സ്പെൻസസ്, ഡ്രോയിങ്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട്സ് നോക്കുക. ഫസ്റ്റത്തെ ലെഡ്ജർ അക്കൗണ്ട് ഏതാ? ക്യാഷ്. അപ്പൊ ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ ഏതാണ് വരിക? അസറ്റ് ആണോ, എക്സ്പെൻസ് ആണോ, ഡ്രോയിങ്സ് ആണോ, ഏതാണ്? അസറ്റ്. ക്യാഷ് ഒരു അസറ്റ് ആണ്. അതുകൊണ്ട് ക്യാഷിന്റെ ബാലൻസ് നമ്മൾ ഏത് സൈഡിൽ എഴുതണം? ഡെബിറ്റ് സൈഡിൽ എഴുതണം. മനസ്സിലായോ? ഇനി പർച്ചേസ് നോക്കാം. പർച്ചേസ് എന്താണ്? എക്സ്പെൻസ്. എക്സ്പെൻസ്. എക്സ്പെൻസ് ഏത് സൈഡിൽ എഴുതണം? ഡെബിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡ്. നെക്സ്റ്റ് സാലറി എന്താണ്? എക്സ്പെൻസ്. എക്സ്പെൻസ് ആണ്. സൺട്രി എക്സ്പെൻസ് എക്സ്പെൻസ് ആണ്. വേജസ് എക്സ്പെൻസ് ആണ്. സ്റ്റേഷനറി എക്സ്പെൻസ് ആണ്. ഇതൊക്കെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി അല്ലേ? ഇനി ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി, കമ്പ്യൂട്ടർ ആൻഡ് ടൈപ്പ് റൈറ്റർ, ഇത് മൂന്നും എന്താണ്? അസറ്റ് തന്നെയല്ലേ? ഫിക്സഡ് അസറ്റ്. അപ്പൊ അസറ്റിന്റെ കാറ്റഗറിയിലാണ് വരാം. അസറ്റ് ഡെബിറ്റ്. അതുകൊണ്ടാണ് ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി, കമ്പ്യൂട്ടർ ആൻഡ് ടൈപ്പ് റൈറ്റർ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതിയത്. പിന്നെ വരുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ട്. ഡ്രോയിങ്സ് അക്കൗണ്ടിന്റെ ബാലൻസ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഡെബിറ്റ് സൈഡ്. ഓക്കെ, ഇനി ക്യാപിറ്റല്. ക്യാപിറ്റലിന്റെ ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം കേട്ടോ, ക്രെഡിറ്റ് സൈഡിൽ. പിന്നെ വരുന്നത് റെന്റ് റിസീവ്ഡ്. റെന്റ് റിസീവ്ഡ് എന്ത്? ഏതാണ്? ഇൻകാണോ, എക്സ്പെൻസ് ആണോ, അസറ്റ് ആണോ? റെന്റ് റിസീവ്ഡ് ഇൻകം അല്ലെ? ഇൻകം ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. സെയിൽസ് ഇൻകം. നമുക്കറിയാം ഇൻകത്തിന്റെ കാറ്റഗറിയിലാണ് സെയിൽസ് വരിക. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ഇനി കമ്മീഷൻ റിസീവ്ഡ് ഇൻകം അല്ലേ? യെസ്, അതുകൊണ്ട് കമ്മീഷൻ റിസീവ്ഡ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. അപ്പൊ മനസ്സിലാക്കാം, ഇതാണ് ട്രയൽ ബാലൻസിന്റെ ഫോർമാറ്റ്. പർട്ടിക്കുലേഴ്സ് ഉണ്ടാവും, ഡെബിറ്റ് കോൾ ഉണ്ടാവും, ക്രെഡിറ്റ് കോൾ ഉണ്ടാവും. ഡെബിറ്റ് സൈഡിൽ നമ്മൾ അസറ്റ്സ്, എക്സ്പെൻസസ്, ഡ്രോയിങ്സ്, ഇത്രയും അക്കൗണ്ട്സിന്റെ ബാലൻസ് ആണ് ഡെബിറ്റ് സൈഡിൽ വരാം. ക്യാപിറ്റൽ, ലാബിലിറ്റീസ്, ഇൻകംസ്, ഇതിന്റെ ഒക്കെ ബാലൻസസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഓക്കെ, ഇനി നിങ്ങൾ ലെഡ്ജർ അക്കൗണ്ട്സ് ഒക്കെ വരച്ചു. ഇനി ഇതിന്റെ മീനിങ് എഴുതാം. ട്രയൽ ബാലൻസ് അക്കൗണ്ട് എന്ന് ഹെഡിങ് കൊടുക്കുക. മീനിങ് എഴുതിയതിനു ശേഷം ആ ഫോർമാറ്റ് വരച്ചാൽ മതി.
ട്രയൽ ബാലൻസ് അക്കൗണ്ട് ഹെഡിങ് കൊടുക്കാം. ഹെഡിങ് കൊടുത്തോ? Yes, ma'am. താഴെ എഴുതാം. A trial balance is a statement a trial balance is a statement prepared at the end of an accounting period prepared at the end of an accounting period prepared at the end of an accounting period to check to check to check whether the total of all debit balances is whether the total of all debit balances is equal to the total of all credit balances. മീനിങ് എഴുതി കഴിഞ്ഞാൽ അതിന്റെ താഴെ പോയിന്റ് ചെയ്താ ജസ്റ്റ് ഒരു പോയിന്റ് ഇടാം, എഴുതാം. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ദ ബാലൻസസ് ഓഫ് ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ദ ബാലൻസസ് ഓഫ് ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ്. അതായത് ട്രയൽ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡിലാണ് നമ്മൾ ട്രയൽ ബാലൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇതിൽ എല്ലാ അക്കൗണ്ട്സിന്റെയും എല്ലാ അക്കൗണ്ട്സിന്റെയും ബാലൻസസ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ ആൻഡ് ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ട് ട്രയൽ ബാലൻസ് ടാലി ആക്കും. ഓക്കെ, അതാണ് ട്രയൽ ബാലൻസ് അക്കൗണ്ട്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ദ ബാലൻസസ് ഓഫ് ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ്. Second one, it helps to verify the arithmetical accuracy of the books of accounts. It helps to verify the arithmetical accuracy of the books of accounts. Accuracy of Arithmetical accuracy of books of accounts. അതായത് നമ്മളിപ്പോ 2 പോയിന്റ്സ് എഴുതി അല്ലെ. എന്താ പറയുന്നത്? ഫസ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ദ ബാലൻസസ് ഓഫ് ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ്. അതായത് ലെഡ്ജർ അക്കൗണ്ട്സിന്റെ ബാലൻസസ് ഒക്കെ ആണ് ഇതിൽ വരുന്നത് അല്ലെ. പിന്നെ ഇറ്റ് ഹെൽപ്സ് ടു വെരിഫൈ ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതായത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അതായത് ജേണൽ വരച്ചു, ജേണൽ എൻട്രി എഴുതി, പിന്നെ ലെഡ്ജർ വരച്ചു, ലെഡ്ജർ പോസ്റ്റിംഗ് ചെയ്തു. ഇതൊക്കെ കറക്റ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും കൂടാണ് എന്ത് ട്രയൽ ബാലൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്ത ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് കണ്ടെത്താൻ കൂടിയാണ് ട്രയൽ ബാലൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് എഴുതാം. ഇഫ് ദ ടോട്ടൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ് ആർ ഈക്വൽ, if the total debit and credit balances are equal, the trial balance is had to tally. ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും ഈക്വൽ ആണെങ്കിൽ നമുക്കത് ട്രയൽ ബാലൻസ് അക്കൗണ്ട് ടാലി ആണെന്ന് പറയാം.
If the debit balance and credit balances are equal, the trial balance is said to be tally. Next, this is for preparing the final accounts. ഏതൊക്കെയാണ് ഫൈനൽ അക്കൗണ്ട്സ്? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇതാണ് ഫൈനൽ അക്കൗണ്ട്സ്. നമ്മൾ ആദ്യം ബിസിനസ് ട്രാൻസാക്ഷൻസ് നമ്മൾ ജേണലായിട്ട് എഴുതും. പിന്നെ ലെഡ്ജർ അക്കൗണ്ട്സ് വരച്ചിട്ട് ലെഡ്ജർ പോസ്റ്റിംഗ് ചെയ്ത് അതിന്റെ ബാലൻസസ് പിന്നെ ട്രയൽ ബാലൻസ് അക്കൗണ്ടിൽ എഴുതും. ഈ 3 സ്റ്റെപ്പും കഴിഞ്ഞാൽ പിന്നെയുള്ള സ്റ്റെപ്പാണ് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത്. നമ്മൾ ട്രയൽ ബാലൻസ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ഇറ്റ് ഈസ് ദ ബേസിസ് ഫോർ പ്രിപ്പയറിംഗ് ദ ഫൈനൽ അക്കൗണ്ട്സ്. ബ്രാക്കറ്റിൽ ഇടുക. ഫൈനൽ അക്കൗണ്ട്സിന്റെ നെയിമാണ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. I'm finished. ഇപ്പൊ ട്രയൽ ബാലൻസ് എന്താണെന്ന് മനസ്സിലായി ഇല്ലേ? മനസ്സിലായില്ലേ? മീനിങ് മനസ്സിലായില്ലേ? എന്തിനു വേണ്ടിയിട്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും കൂടെ മനസ്സിലായി. ഇനി എന്ത് ചെയ്യാം? ട്രയൽ ബാലൻസ് വരക്കാം. നമ്മളിപ്പോ ഞാൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രകാരം ഉള്ള ട്രയൽ ബാലൻസ് ആണിത്. ട്രയൽ ബാലൻസ് ഏത് നോക്കിയിട്ട് വരക്കാം? നമ്മൾ വരച്ച ലെഡ്ജർ അക്കൗണ്ട്സ് നോക്കി അതിന്റെ ബാലൻസസ് ഇവിടെ പോസ്റ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ വരച്ചോ. ട്രയൽ ബാലൻസ് അക്കൗണ്ടിന് ഹെഡിങ് കൊടുക്കാം. ഇതുപോലെ വരക്കാം. ഞാനിപ്പോ ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്. ക്യാഷ് ബാലൻസ്, ഓരോ അക്കൗണ്ട്സിന്റെയും ബാലൻസ് ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് എഴുതിയിട്ട് ടോട്ടൽ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ കിട്ടാൻ 10,71,500. രണ്ട് സൈഡും 10,71,500 ആണ് കിട്ടുക. അപ്പൊ നമ്മള് ട്രയൽ ബാലൻസ് അക്കൗണ്ട് ടാലി ആവും. ഡെബിറ്റ് സൈഡിൽ എഴുതിയത് ടോട്ടൽ അസറ്റ്, എക്സ്പെൻസ്, ഡ്രോയിങ്സിന്റെ ബാലൻസസ് ആണ്. ലെഡ്ജർ അക്കൗണ്ട്സ് നോക്കിയിട്ടാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ വന്നിട്ടുള്ളത് ക്യാപിറ്റൽ, ലാബിലിറ്റീസ് ആൻഡ് ഇൻകത്തിന്റെ ബാലൻസ്. ക്യാപിറ്റൽ പിന്നെ 3 ഇങ്കാണ് വന്നിട്ടുള്ളത്. ലാബിലിറ്റീസ് ഒന്നുമില്ല. ഇത് പെട്ടെന്ന് വരച്ചിട്ട് ഏത് ഇപ്പൊ ഇത് നോക്കിയിട്ട് വരച്ചിട്ട് എഴുതുക. നിങ്ങൾ മനസ്സിലാക്കുക. ക്യാഷ് എങ്ങനെയാണ് ഡെബിറ്റ് സൈഡിൽ വന്നത്? അസറ്റ് ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ പർച്ചേസ് എക്സ്പെൻസ് ആയതുകൊണ്ട് സാലറി എക്സ്പെൻസ്. 1 സെക്കൻഡ് നിങ്ങൾ എഴുതിട്ടോ. ഒരു മിനിറ്റ്.
എന്തായി കഴിഞ്ഞോ? ഇല്ല ഇല്ല കഴിഞ്ഞിട്ടില്ല. എല്ലാരും വരച്ച് എഴുതണം കേട്ടാ. വെറുതെ ക്ലാസ് കേട്ടോ വരുതേ. കറക്റ്റ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ വരച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ മാം. കൊമേഴ്സുകാർക്കൊക്കെ ഇതൊക്കെ അറിയണ്ടാവും. പക്ഷെ നമ്മള് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് ഇത് ജസ്റ്റ് നമ്മള് പറഞ്ഞ് ക്ലാസ് എടുത്ത് ഫൈനൽ അക്കൗണ്ട്സ് വരെ എത്തിക്കഴിഞ്ഞാലേ പ്രാക്ടിക്കലിലോട്ട് പോകുമ്പോൾ കുറച്ച് സ്മൂത്ത് ആവും. കംപ്ലീറ്റ് കഴിഞ്ഞു മാം. കഴിഞ്ഞ എല്ലാരും ആ ഓക്കെ. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലത്തില് ട്രയൽ ബാലൻസ് അക്കൗണ്ട് വരെ പ്രിപ്പയർ ചെയ്തിട്ട് നിർത്താം. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാല് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? ആദ്യം ചെയ്യണ്ടേ? ജേണൽ ജേണൽ എൻട്രി. യെസ്, ജേണൽ വരച്ച് ജേണൽ എൻട്രീസ് എഴുതാം. പിന്നെ ലെഡ്ജർ അക്കൗണ്ട്. ലെഡ്ജർ അക്കൗണ്ട് യെസ്, ലെഡ്ജർ അക്കൗണ്ട്സ് വരച്ചിട്ട് പോസ്റ്റ് ചെയ്യാം. അതിൽ നമുക്ക് ഓരോന്നും അതുപോലെ ചെയ്യേണ്ടി വരും അല്ലെ? ക്യാഷ് അക്കൗണ്ട് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ ട്ടോ. അങ്ങനെ ഓരോന്നും ക്യാപിറ്റൽ അക്കൗണ്ട് എല്ലാതും ചെയ്യേണ്ടി വരും. എല്ലാം ചെയ്യണം. എല്ലാം വരച്ചിട്ട് ചെയ്യണം കേട്ടോ. 14 അക്കൗണ്ട്സ് വരും ടോട്ടല്. അതാ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടത്, വിശദമായിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടല്ലോ. അത് ചെയ്തു, പക്ഷെ ചെയ്യാൻ മനസ്സിലായില്ല. ക്യാഷ് അക്കൗണ്ടിന് മാത്രം മനസ്സിലാവും, ബാക്കി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു കൺഫ്യൂഷൻ വന്നത്. ബാക്കി ക്യാഷ് അക്കൗണ്ടിന് മാത്രമേ കുറച്ച് അധികം അക്കൗണ്ട്സ് വരുന്നുള്ളൂ. ബാക്കി ഇപ്പൊ ക്യാപിറ്റൽ വരക്കാണെങ്കിൽ നമ്മൾ ജേണൽ എൻട്രി നോക്കാം. ക്യാഷ് അക്കൗണ്ടിനെ എഫക്ട് ചെയ്യുന്ന ജേണൽ എൻട്രി ഒന്നല്ലേ ഉള്ളൂ. ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ എന്നല്ലേ ഉള്ളൂ. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആകെ ഒരു ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ആ 10 ലാക്ക് മാത്രമേ വരുന്നുള്ളൂ. എന്നിട്ട് ടു ബാലൻസ് ക്യാരി ഡൗൺ 10 ലാക്ക് കഴിഞ്ഞു. ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതുപോലെ ഓരോ അക്കൗണ്ടും 14 അത്ര അക്കൗണ്ട്സ് ഉണ്ടാവും. മാത്രമേ ഉള്ളൂ അല്ലെ? ഇത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ 14 ലെഡ്ജർ അക്കൗണ്ട്സും വരക്കണം കേട്ടോ. അതില് പിന്നെ പർച്ചേസും സെയിൽസും മാത്രമേ 2 വട്ടം വരുന്നുണ്ട്. ആ സമയത്ത് ഇപ്പൊ പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ആണ് 2 എൻട്രി വരുന്നത്. ഇപ്പൊ പർച്ചേസ് അക്കൗണ്ട് വരക്കുമ്പോൾ ടു ക്യാഷ് ഉണ്ടാവും. അതിന്റെ 2 എമൗണ്ടും എഴുതാം. എന്നിട്ട് ടോട്ടൽ ചെയ്യാം. ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്നിട്ട് ആ ബാലൻസ് ഇപ്പുറം എഴുതാം. അതുപോലെ തന്നെ സെയിൽസ് അക്കൗണ്ടും 2 എൻട്രി വരുന്നുണ്ടാവും. ബാക്കിയൊക്കെ ഓരോന്നേ ഉള്ളൂ. അങ്ങനെ 14 ലെഡ്ജർ അക്കൗണ്ട് വരക്കണം കേട്ടോ. വരച്ചതിന് ശേഷമാണ് ഈ ട്രയൽ ബാലൻസ് അക്കൗണ്ട് വരക്കേണ്ടത്. ഓക്കെ. കാരണം നമ്മള് ലെഡ്ജർ അക്കൗണ്ട്സ് വരച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ട്രയൽ ബാലൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ ബാലൻസസ് ഒക്കെ നമുക്ക് എതിൽ നിന്ന് കിട്ടാ? ലെഡ്ജർ അക്കൗണ്ട്സ് കിട്ടാം. ഇപ്പൊ ക്യാഷിന്റെ 8,37,000 ലെഡ്ജർ അക്കൗണ്ട്സ് ലെഡ്ജർ അക്കൗണ്ട് നോക്കിയിട്ടാണ് ഈ ബാലൻസ് എഴുതിയത്. അതുപോലെ തന്നെ ഈ പർച്ചേസ് 47,000 എങ്ങനെ വന്നത്? പർച്ചേസിന്റെ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ആണിത്. അങ്ങനെ ഓരോന്നും മനസ്സിലായോ? അപ്പൊ നമ്മള് ട്രയൽ ബാലൻസ് അക്കൗണ്ട് വരക്കണമെങ്കിൽ എല്ലാ ലെഡ്ജർ അക്കൗണ്ട്സും വരച്ച് കംപ്ലീറ്റ് ചെയ്ത് ബാലൻസ് എഴുതണം.
എന്നിട്ട് നമ്മൾ ഈ ട്രയൽ ബാലൻസ് അക്കൗണ്ട് വരച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് എന്ത് ചെയ്യണ്ടേ, ഫൈനൽ അക്കൗണ്ട്സിലോട്ട് പോകണ്ടേ. ഫൈനൽ അക്കൗണ്ട്സിൽ വരെ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നെ ബാലൻസ് ഷീറ്റ്. ഈ മൂന്ന് വരക്കണമെങ്കിൽ ട്രയൽ ബാലൻസ് അക്കൗണ്ട് നമ്മൾ വരച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇത്ര മതി. ഇനി നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ ബാലൻസ് ഷീറ്റ്, ഇതിന്റെ മൂന്നിന്റെ മീനിങ് എഴുതണം, അതുപോലെ തന്നെ ഫോർമാറ്റും വരച്ചു വെക്കണം. നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക, ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് കൊടുക്കുന്നതിന് മുന്നായിട്ട് ഒരു മെയിൻ ഹെഡിങ് കൊടുത്തു, ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സ് എന്ന് കൊടുക്കുക, അതിൽ താഴെ ട്രേഡിംഗ് അക്കൗണ്ട്. നമ്മൾ ജേണൽ എൻട്രി എഴുതുന്നതും ലെഡ്ജർ അക്കൗണ്ട് വരച്ച് എഴുതുന്നതും ട്രയൽ ബാലൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതും ഒക്കെ ഫൈനൽ അക്കൗണ്ട്സിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ സ്റ്റെപ്സ് നമ്മൾ കിടക്കുന്നത്. ഫൈനൽ അക്കൗണ്ട്സ് ഇയർ എൻഡിങ്ങിലാണ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഒരു കമ്പനി അല്ലെങ്കിൽ ബിസിനസ് നടത്തിക്കൊണ്ടുവന്ന് അതിന്റെ ഇയർ എൻഡിങ് ഉണ്ടാവുമല്ലോ, ഒരു വർഷത്തെ കണക്കും കാര്യങ്ങളൊക്കെ എഴുതി റെക്കോർഡ് ചെയ്തെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ജേണൽ എൻട്രീസ് ഒക്കെ എഴുതി ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് ലാസ്റ്റ് ട്രയൽ ബാലൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് അതിനുശേഷം ഇയർ എൻഡിങ്ങിലാണ് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ അതിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഹെഡിങ് കൊടുത്തിട്ട് മീനിങ് എഴുതാം. എ ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർ ടു ഡിറ്റർമൈൻ a trading account is prepared to determine a trading account is prepared to determine the gross profit or gross loss of a business for a particular accounting period. Determine the gross profit or gross loss of a business for a particular accounting period. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ബിസിനസിന്റെ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് അറിയാൻ വേണ്ടിയിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഗ്രോസ് പ്രോഫിറ്റ്, എങ്ങനെയാണ് ഈ ഗ്രോസ് ലോസ് വരുന്നത് എന്നുള്ളത് താഴെ പോയിന്റ് ആയിട്ട് പറയുമ്പോൾ മനസ്സിലാവും. അതിൽ ഫസ്റ്റ് പോയിന്റ് എഴുതാ, ഇറ്റ് റെക്കോർഡ്സ് ഡയറക്റ്റ് ഇൻകംസ്. ഇറ്റ് റെക്കോർഡ്സ് ദി ഡയറക്റ്റ് ഇൻകംസ്. ഇവിടെ ഉണ്ട്, നോക്കി എഴുതിക്കോ. ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. Direct expenses related to the purchase and sale of goods. Related to the purchase and sale of goods. അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരാം ഡയറക്റ്റ് ഇൻകംസ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് വരാം. നമ്മൾ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡയറക്റ്റ് ഇൻകംസ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കാം. നെക്സ്റ്റ് പോയിന്റ് ഇതാ. അപ്പൊ എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്നൊക്കെ മനസ്സിലാവും.
items such as opening stock, items such as opening stock, purchases, carriage inward, wages, sales and closing stock are included. ഇതൊക്കെയാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരാം. ഒന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇപ്പം നമ്മള് കഴിഞ്ഞ വർഷത്തെ നമ്മളെ ബിസിനസിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക്, അതായത് ബാക്കി വന്ന സ്റ്റോക്ക്, അത് ഈ വർഷം നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് കാണിക്കണം. ഓക്കെ, അപ്പം ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവും, പിന്നെ പർച്ചേസ്, അതുപോലെ തന്നെ ക്യാരേജ് ഇൻവാർഡ്. ക്യാരേജ് ഇൻവാർഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മളെ ഗോഡൌണിലേക്ക് അല്ലെങ്കിൽ കമ്പനിയിലേക്ക് എത്തിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസിനാണ് ക്യാരേജ് ഇൻവാർഡ് എന്ന് പറയുന്നത്. പിന്നെ വേജസ്. വേജസ് എന്ന് പറയുന്നത് വേജസും സാലറിയും ഒന്നല്ല. വേജസ് എന്ന് പറയുന്നത് നമ്മൾ വർക്കേഴ്സിന് കൊടുക്കുന്നത്, അതായത് ഫാക്ടറിയിലെ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വർക്കേഴ്സിന് കൊടുക്കുന്നതാണ് വേജസ്. അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പ്രൊഡക്ഷന് അതുപോലെ തന്നെ പർച്ചേസ്, സെയിൽസിനെ ഡയറക്റ്റ് എഫക്ട് ചെയ്യുന്നതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകം ആയിരിക്കും. പിന്നെ സെയിൽസ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ആർ ഇൻക്ലൂഡഡ്. Next point, if the credit side is higher than the debit side, the result is gross profit. ക്രെഡിറ്റ് സൈഡ് ഡെബിറ്റ് സൈഡിനേക്കാളും കൂടുതലാണെങ്കിൽ റിസൾട്ട് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. നമ്മളിത് വരച്ചിട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഞാനൊരു പ്രോബ്ലം തരും, എന്നിട്ട് അതിൽ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് വരക്കാനുണ്ടാവും. ഇത് വരച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഫൈനൽ അക്കൗണ്ട്സ് ഒരു ക്വസ്റ്റ്യൻ തന്ന് ഫൈനൽ അക്കൗണ്ട്സും കൂടെ പ്രിപ്പയർ ചെയ്ത് വരച്ച് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പ്രാക്ടിക്കലിലോട്ട് പോവാം. കംപ്ലീറ്റ് ആയോ? ഇത് കഴിഞ്ഞോ? If the debit side is higher than the credit side, the result is gross loss. ഇത്ര എഴുതി കഴിഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് വരക്കാം. ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. ഇങ്ങനെ വരക്കാം. ഹെഡിങ് ഓടിക്കാം, ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ്. ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ്. എന്നിട്ട് ഇങ്ങനെ വരക്കാം. ഇവിടെ ഒരു ഡെബിറ്റ് ഉണ്ടാവും, ക്രെഡിറ്റ്. ഇത് ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്, പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഇതില് ഡെബിറ്റ് സൈഡിൽ വരാം ഓപ്പണിംഗ്. ഡെബിറ്റ് സൈഡ് നമ്മളിപ്പോൾ 2 വെച്ചിട്ട് എഴുതണം കേട്ടോ. ഇപ്പുറം ബൈ ഓപ്പണിംഗ് സ്റ്റോക്ക്, അതിന്റെ നേരെ എമൗണ്ട്, ടു പർച്ചേസ്. ഇനി പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ പർച്ചേസിന് ലെസ് പർച്ചേസ് റിട്ടേൺ കാണിക്കുക. പിന്നെ വരുന്നത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. അതിൽ വരുന്നതാണ് വേജസ്, ഫ്രൈറ്റ് ഇൻവാർഡ്, പവർ ഓഫ് ഫ്യൂവൽ. പവർ ഓഫ് ഫ്യൂവൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഫാക്ടറിന്റെ പവറും ഫ്യൂവൽ
എക്സ്പെൻസ് ഒക്കെ ആയിരിക്കും. അതായത് ഈ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബിസിനസ് ഒക്കെ ആണെങ്കിൽ ആ പ്രൊഡക്ഷൻ സമയത്ത് ഉണ്ടാകുന്ന എക്സ്പെൻസസ്, ഫാക്ടറിയിലെ ഇലക്ട്രിസിറ്റി ചാർജ്, മെഷീനറിന്റെ എന്തെങ്കിലും ഫ്യൂൽ എക്സ്പെൻസസ്, പിന്നെ ഫാക്ടറിയിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരുന്ന എക്സ്പെൻസസ്, ഫ്രൈറ്റ് ഇൻവാർഡ് എന്നൊക്കെ പറയും. ഫ്രൈറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് തന്നെയാണ്, പക്ഷെ കുറച്ച് ദൂരത്തൊക്കെ നിന്നൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഫ്ലൈറ്റ് എക്സ്പെൻസ് എന്ന് പറയും. വേജസ്, ഫാക്ടറിയിലെ വർക്കേഴ്സിന് കൊടുക്കുന്ന എക്സ്പെൻസ് ആണ് വേജസ്. അപ്പൊ ഇതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസിൽ വരാം. പിന്നെ മെയിൻ എക്സ്പെൻസ് നമ്മൾ പർച്ചേസ് റിട്ടേൺ. ഇനി ക്രെഡിറ്റ് സൈഡിൽ വരാം നമ്മുടെ മെയിൻ സെയിൽസ്, മെയിൻ ഇൻകം സെയിൽസ്. അതിന്ന് സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഇവിടെ എഴുതാം. പിന്നെ വരാം ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അപ്പൊ നമുക്ക് താഴെ കാണാൻ പറ്റും. ഇതിന്റെ രണ്ടിന്റെയും ടോട്ടല് ചെയ്യാം. എന്നിട്ട് ഏത് സൈഡാണോ, ഇപ്പോ ഈ സൈഡാണ് കൂടുതലെങ്കിൽ ഈ സൈഡാണ് കൂടുതലെന്ന് വിചാരിക്കാം, ഈ സൈഡ് കുറവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ സൈഡ് കൂടുതലും ഈ സൈഡ് കുറവും. അതായത് ഇൻകം കൂടുതൽ എക്സ്പെൻസ് കുറവാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് അതിവിടെ. ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഓഫ് ക്രെഡിറ്റ് സൈഡ് മൈനസ് ടോട്ടൽ ഓഫ് ക്രെഡിറ്റ് സൈഡ്, അല്ലെങ്കിൽ സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ്, അതിന് ഇത്ര എക്സ്പെൻസസ്, ഇതൊക്കെ വരുന്നതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇത് പെട്ടെന്ന് വരച്ച് എഴുതിക്കോ. ഇതിൽ നമ്മൾ പൊതുവെ എഴുതാ പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ പർച്ചേസിന്റെ എമൗണ്ട് ഇവിടെ ഇന്നർ കോളത്തിൽ എഴുതും. എന്നിട്ട് ലെസ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ടും ഇന്നർ കോളത്തിൽ എഴുതും. എന്നിട്ട് ഒരു ലൈൻ ഇട്ടിട്ട് അണ്ടർലൈൻ ഇട്ടിട്ട് ഔട്ടർ കോളത്തിലാണ് എമൗണ്ട് എഴുതുക, ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട്. അതുപോലെ തന്നെ സെയിൽസിന്റെ ടോട്ടൽ എമൗണ്ട് ഇന്നർ കോളത്തിൽ ഇവിടെ എഴുതും. റിട്ടേൺ ഉണ്ടെങ്കിൽ ലെസ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇന്നർ കോളത്തിൽ കാണിക്കും. എന്നിട്ട് ഒരു അണ്ടർലൈൻ ചെയ്യും ഔട്ടർ കോളത്തിൽ ലെസ് ചെയ്ത എമൗണ്ട്. നമ്മൾ ടാലിയിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന സമയത്ത് ഇത്ര ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് ജേണൽ എൻട്രി ചെയ്ത് കൊടുക്കേ വേണ്ടു. ബാക്കി ട്രേഡിംഗ് ഫൈനൽ അക്കൗണ്ട്സ് റിപ്പോർട്ടൊക്കെ നമുക്ക് ടാലി തന്നെ തരും. ഈ ട്രേഡിംഗ് അക്കൗണ്ട് ആയാലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ ടാലി പ്രിപ്പയർ ചെയ്തിട്ട് തരും. ഇത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോ മാനുവൽ ആയിട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ വരച്ച് ചെയ്യണം. അത് ജസ്റ്റ് പഠിച്ചു വെക്കണം ഇങ്ങനെയാന്നുള്ളത്. Okay, completed.
ഏത് ക്ലാസ് കംപ്ലീറ്റ് ആയോ? വരച്ചാ കഴിഞ്ഞു. എല്ലാരും കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. ഉം. ഫിനിഷ്. ഡയറക്റ്റ് എക്സ്പെൻസിൽ സാലറി ഒക്കെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയ സാലറി ഇതിൽ വരില്ല. സാലറി ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. വേജസ് മാത്രമേ ഇതിൽ വരൂ. ഇതിൽ വരുന്നതൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ്, അതായത് നമ്മളെ പ്രൊഡക്ഷനെയും പർച്ചേസിനെയും എഫക്ട് ചെയ്യുന്നത് ഇവിടെ, സെയിൽസിനെ എഫക്ട് ചെയ്യുന്നത് ഇപ്പുറത്തെ സൈഡ്. സാലറി, റെന്റ് പെയ്ഡ്, കമ്മീഷൻ പെയ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ് ഇതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ റെന്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇത് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരില്ല. ഇത് മറ്റേതൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരാം. ഇവിടെ ഓൺലി ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, അതുപോലെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇപ്പുറം ക്ലോസിംഗ് സ്റ്റോക്ക്, സെയിൽസ്, ഡയറക്റ്റ് ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാല് നെക്സ്റ്റ് നമ്മള് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഹെഡിങ് കൊടുക്കാം, എഴുതാം, പിന്നെ മീനിങ്ങും പർപ്പസും എഴുതാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഹെഡിങ് കൊടുക്കാം, മീനിങ് എഴുതാം. A profit and loss account is prepared to determine the net profit or net loss of a business during an accounting period. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഫൈനൽ അക്കൗണ്ട് ആണ്. എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത്? ആ വർഷത്തെ നെറ്റ് പ്രോഫിറ്റും നെറ്റ് ലോസും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ബാക്കി ഇത് നിങ്ങൾ നോക്കിയിട്ട് എഴുതേ. ഇപ്പൊ വരാം.
കംപ്ലീറ്റ് ചെയ്താ? ലാസ്റ്റ് ഒരു വെണ്ടർ സച്ചസ് എക്സ്പ്ലനേഷനും കൂടി ബാക്കിയുണ്ട്, അത് എഴുതുക. It includes all direct incomes and direct expenses. Sorry, indirect ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരാം ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഇൻഡയറക്റ്റ് ഇൻകം ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കിട്ടിയ പ്രോഫിറ്റ് അതല്ലെങ്കിൽ ലോസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എഴുതും. പിന്നെന്താ, എക്സ്പെൻസസ് സച്ച് ആസ് സാലറി, ഇതൊക്കെയാണ് വരാം. എക്സ്പെൻസസ് സച്ച് ആസ് സാലറി, റെന്റ്, അഡ്വർടൈസിംഗ് ആൻഡ് ഇലക്ട്രിസിറ്റീസ് ആർ debited. Income such as commission received, discount received and interest received are credited. Then the final result is either net profit or net loss. Profit and loss account prepare ചെയ്ത് ഇത്രയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കിട്ടും. ബിസിനസ് പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്ന് മനസ്സിലാവണമെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇത്ര എഴുതി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് വരക്കാം. എന്നിട്ട് ഇത്രയും എഴുതാം അതില്. മാം ആ എക്സ്പ്ലനേഷൻ ഒന്നും കൂടെ കാണിക്കുമോ? ഇത് കേൾക്കുന്നില്ല. ആ എക്സ്പ്ലനേഷൻ ഒന്നും കൂടെ കാണിച്ചു തരുമോ? കംപ്ലീറ്റ് ചെയ്തിട്ടില്ല? ഇല്ല, കുറച്ചും കൂടി ഉണ്ട്. പെട്ടെന്ന് എഴുതിക്കോ. ഓക്കെ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രമേ ആ മാം കഴിഞ്ഞു, ഫിനിഷായി. കഴിഞ്ഞോ? ലാസ്റ്റ് ചോദിച്ചത് കഴിഞ്ഞോ? ആ കഴിഞ്ഞു കഴിഞ്ഞു. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് വരക്കാം. ഹെഡിങ് കൊടുക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ്. എന്നിട്ട് ഇവിടെ ക്രെഡിറ്റ്, നേരത്തെ ട്രേഡിംഗ് അക്കൗണ്ട് വരച്ച പോലെ തന്നെ. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് വരാം. സാലറീസ്, ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഫർണിച്ചറിന് നമ്മൾ ഓരോ വർഷം അവസാനം തേയ്മാനം എന്ന് പറഞ്ഞ ചാർജ് ചെയ്യും, ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യും, അതാണ് ഡിപ്രിസിയേഷൻ. അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡെപ്റ്റർ ക്യാഷ് തരാനുള്ളത് വന്നിട്ടില്ല, എന്നിട്ട് നമ്മളത് ബാഡ് ഡെപ്റ്റ് ആയിട്ട് കിട്ടാക്കടായിട്ട് തള്ളി എഴുതി കഴിഞ്ഞാൽ അതൊരു എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും, അതാണ് ബാഡ് ഡെപ്റ്റ്. പിന്നെ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ട്രാവലിംഗ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, ഡിസ്കൗണ്ട് അലൗഡ്. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുന്നത് നമ്മളെ ഡെപ്റ്റർ നമുക്ക് ക്യാഷ് തരാനുണ്ട്, ഇപ്പൊ ഒരു 10,000 രൂപ തരാനുണ്ട്, 1000 രൂപ നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തു, അതാണ് ഡിസ്കൗണ്ട് അലൗഡ്. അത് എക്സ്പെൻസ് ആണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. പിന്നെ കമ്മീഷൻ പെയ്ഡ്. ഇനി ക്രെഡിറ്റ് സൈഡിൽ വരാം. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ആദ്യം ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ഇനി ലോസ് ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ഗ്രോസ് ലോസ് ഇപ്പുറത്തെ സൈഡിൽ എഴുതണം കേട്ടോ. ഗ്രോസ് പ്രോഫിറ്റ് എഴുതാം. പിന്നെ ഓരോ ഇൻഡയറക്റ്റ് ഇൻകംസ് എഴുതാം. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, റെന്റ് റിസീവ്ഡ്, നെറ്റ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്സ്. ഇത് വരാൻ ചാൻസ് വളരെ കുറവാണ്. മിസ്സലേണിയസ് ഇൻകംസ്, എന്തെങ്കിലും ചെറിയ ചെറിയ എക്സ്പെൻസസ് ഒക്കെയാണ് മിസ്സലേണിയസ് ഇൻകംസിൽ വരുന്നത്. ഇത്ര എഴുതാം. എന്നിട്ട് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ടോട്ടൽ ചെയ്യും. ഇത്രയും ഇതിൽ എഴുതി നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് ഡെബിറ്റ് സൈഡിനേക്കാളും കൂടുതൽ ക്രെഡിറ്റ് സൈഡാണ് വരുന്നതെങ്കിൽ, ഇൻകം സൈഡാണ് കൂടുതൽ കിട്ടുന്നതെങ്കിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ബ്രാക്കറ്റിൽ എഴുതാ ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്.
ഇനി എക്സ്പെൻസ് സൈഡാണ് കൂടുതലെങ്കിൽ, ഇൻകം സൈഡ് കുറവാണെങ്കിൽ നെറ്റ് ലോസ് ആയിരിക്കും. ഇവിടാണ് വരാം. ഈ ഒരു ഫോർമാറ്റ് എഴുതാം. എന്നിട്ട് ഈ താഴെയുള്ളതും കൂടെ ഒന്ന് എഴുതാം. കഴിഞ്ഞതേ മാം മാം യെസ്, കഴിഞ്ഞോ? ആ അതെ. ഈ ക്രെഡിറ്റ് സൈഡിലെ ലാസ്റ്റ് ഇല്ലേ എന്താണ് മിസ്ലേനിയസ് ഇൻകം അതെന്ത് സംഭവം? കഴിഞ്ഞിട്ടില്ലേ? മിസലേണിയസ് എക്സ്പെൻസ് എന്ന് പറയുന്നത്, സോറി, മിസലേണിയസ് ഇൻകം എന്ന് പറയുന്നത് എന്തെങ്കിലും ചെറിയ ചെറിയ ഇൻകംസ് ഒക്കെ ഉണ്ടാവല്ലോ, അതിനെ ഏത്? മൊത്തത്തിൽ കൂട്ടി പറയുന്നതാണ് മിസലേണിയസ് ഇൻകംസ്. ആ പ്രത്യേക അക്കൗണ്ട് ആയിട്ട് ഏതാണ്ട് മിസലേണിയസ് ഇൻകത്തിന്റെ കാറ്റഗറിയിലാണ് അത് വരിക. ആ
ഇനി ബാലൻസ് ഷീറ്റിന്റെ മീനിങ്ങും എന്താണ് ബാലൻസ് ഷീറ്റ്, എന്തിനാണ് ബാലൻസ് ഷീറ്റ് എന്ന് എഴുതാം, അതിന്റെ ഫോർമാറ്റും കൂടെ വരയ്ക്കുക. അതിനുശേഷം ഞാനൊരു ക്വസ്റ്റ്യൻ തരും. അതായത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജസ്റ്റ് ട്രാൻസാക്ഷൻ അല്ല തരാം. ട്രാൻസാക്ഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ജേർണൽ എൻട്രീസ് എഴുതണം, ഓരോ ലെഡ്ജർ അക്കൗണ്ട്സ് വരച്ചെഴുതണം, പിന്നെ ട്രയൽ ബാലൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷമാണ് പിന്നെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു ട്രയൽ ബാലൻസ് അക്കൗണ്ട് തരും. അതായത് ട്രാൻസാക്ഷൻ തന്നു, ജേർണൽ എൻട്രി എഴുതി, ലെഡ്ജർ വരച്ചു, എന്നിട്ട് നമ്മൾ ട്രയൽ ബാലൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. എന്നിട്ടാണ് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക. അപ്പം ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ട്രയൽ ബാലൻസ് അക്കൗണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ തരും. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മൺഡേ നമുക്ക് ചെയ്യാം. ഗ്രൂപ്പിൽ ഞാൻ ക്വസ്റ്റ്യൻ ഇടും, നിങ്ങൾ അതുപോലെ എഴുതിയെടുക്കുക, അതുപോലെ തന്നെ വരച്ചും വെക്കുക. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ സ്പീഡിൽ ക്ലാസ് തീർക്കാൻ പറ്റും. 2 ദിവസം ലീവ് ഉണ്ടല്ലോ, നാളെ മറ്റന്നാളെ ലീവല്ലേ. കംപ്ലീറ്റ് ചെയ്യാം ചൊവ്വാഴ്ച ആകുമ്പോഴത്തേക്ക്, എന്നിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പൊ അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തിയറി ക്ലാസ് കഴിഞ്ഞു. പിന്നെ പ്രാക്ടിക്കലോട്ട് പോവാം. സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഗ്രൂപ്പിലിടാം. നിങ്ങൾ കമ്പ്യൂട്ടർ സെന്ററിലോ അല്ലെങ്കിൽ അറിയുന്ന ആരോടെങ്കിലും പറഞ്ഞിട്ട് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഇത് കഴിഞ്ഞാ 1 മിനിറ്റ്. കഴിഞ്ഞവര് നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക, ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഷീറ്റ്. ഇത് കഴിഞ്ഞാ മാറ്റട്ടെ? ആ. ബാലൻസ് ഷീറ്റ് എന്ന് ഹെഡിങ് കൊടുക്കുക, മീനിങ് A balance sheet is a statement. A balance sheet is a statement showing the financial position of a business on a particular date. ബാലൻസ് ഷീറ്റ് എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത്? ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. Balance sheet is a statement showing the financial position of a business on a particular date. അതിന്റെ താഴെ ആയിട്ട് എഴുതാം, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആഫ്റ്റർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മള് ട്രയൽ ബാലൻസ് അക്കൗണ്ട് വരച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫൈനൽ അക്കൗണ്ട് ആയ ട്രേഡിംഗ് അക്കൗണ്ട് വരച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചതിന് ശേഷമാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആഫ്റ്റർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഷോസ് ദി അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ഓഫ് ദി ബിസിനസ്. ബാലൻസ് ഷീറ്റിൽ വരാം ബിസിനസിന്റെ ടോട്ടൽ അസറ്റ്സ്, ടോട്ടൽ ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ആണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം എക്സ്പെൻസ് ആണ് കാണിച്ചത്. ബാലൻസ് ഷീറ്റിൽ കാണിക്കുക അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ.
Next, assets are shown on the asset side while capital and liabilities are shown on the liability side. രണ്ട് സൈഡ് ആയിരിക്കും ഉണ്ടാവല്ലോ, ഒന്ന് അസറ്റ് സൈഡ് മറ്റൊന്ന് ലാബിലിറ്റി സൈഡ്. അസറ്റ് സൈഡിൽ ബിസിനസിന്റെ ടോട്ടൽ അസറ്റ്സ് കാണിക്കും, ലാബിലിറ്റി സൈഡിൽ ലാബിലിറ്റീസും ക്യാപിറ്റലാണ് കാണിക്കുക. നെക്സ്റ്റ്, ദ ടോട്ടൽ ഓഫ് ബോത്ത് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് മസ്റ്റ് ഓൾവേസ് ബി ഈക്വൽ. രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കണം ബാലൻസ് ഷീറ്റിന്റെ. Last one, it helps to understand the financial strength and the position of the business. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ബിസിനസിന്റെ സ്ട്രെങ്ത് ആൻഡ് ഫൈനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെ മനസ്സിലാവാം? ബിസിനസിന്റെ ടോട്ടൽ അസറ്റ്സ് എത്ര, ലാബിലിറ്റീസ്, ക്യാപിറ്റൽ എത്ര എന്നുള്ളത് നോക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ ബിസിനസിന്റെ സ്ട്രെങ്ത് ആൻഡ് ഫൈനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുക. ഇനീഷ, കഴിഞ്ഞോ? ആ ഓക്കെ. ഇനി ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് വരക്കാം. ഇതാണ് ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ്. ഹെഡിങ് കൊടുക്കാം ബാലൻസ് ഷീറ്റ് ആൻഡ് സെറ്റ് എന്ന് എഴുതാം. ഇവിടെ ഡേറ്റ് ആണ് കേട്ടോ കൊടുക്കേണ്ടി, ഡോട്ട് ഇട്ടെടുത്ത്. ഒരു ഡെബിറ്റ് സൈഡും ഉണ്ടാവും ക്രെഡിറ്റ് സൈഡും. ഡെബിറ്റ് സൈഡ് നമ്മൾ ലാബിലിറ്റീസ് ആണ് എഴുതാം, ഇപ്പുറം അസറ്റ്സ് പിന്നെ എമൗണ്ട്. ഇതിൽ ലാബിലിറ്റി സൈഡിൽ വരെ ക്യാപിറ്റൽ ഉണ്ടാവും. അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് നെറ്റ് പ്രോഫിറ്റ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് ഈ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് വേണം ഇവിടെ എമൗണ്ട് എഴുതാൻ. ഇനി ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ, ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്തിട്ട് ഇവിടെ എഴുതാം. ക്യാപിറ്റലിന് നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക, ലെസ് ഡ്രോയിങ്സ് ലെസ് ചെയ്യുക, എന്നിട്ടുള്ള ടോട്ടലാണ് ഔട്ടർ കോളത്തിൽ എഴുതുക. പിന്നെ വരാം സൺട്രി ക്രെഡിറ്റേഴ്സ്. അറിയാം, നമ്മൾ ക്യാഷ് അങ്ങോട്ട് കൊടുക്കാനുള്ളത്, അത് നമ്മളെ ലാബിലിറ്റി ആണ്. ബിൽസ് പേബിള് കൊടുക്കാനുള്ള ബില്ല്, അത് ലാബിലിറ്റി ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, കൊടുത്തു തീർക്കാനുള്ള എക്സ്പെൻസ് ആണ്. ഡ്യൂ ആയി പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല, അങ്ങനെയുള്ള എക്സ്പെൻസിനാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പറയുന്നത്, അത് ലാബിലിറ്റി ആണ്. അതുപോലെ തന്നെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ലോൺ ഫ്രം ബാങ്ക്, ലോൺ ഫ്രം അതേഴ്സ്, ഇതൊക്കെ ലാബിലിറ്റി ആയിട്ട് വരും. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, എന്തെങ്കിലും ഇൻകം നമ്മൾ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ലാബിലിറ്റി ആയിട്ടാണ് വരാം. അൺഏൺഡ് റവന്യൂ, അതുപോലെ തന്നെ എന്തേലും പിന്നെ അൺഏൺഡ് എന്ന് പറയുന്നത് നമ്മൾ മുൻകൂട്ടിയായിട്ട് വാങ്ങിച്ചത്. ഇതുപോലെ തന്നെ എന്താണ് ഇപ്പം തൊട്ട് മുന്നേ വന്നില്ലേ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതുപോലെ തന്നെയാണ് അൺഏൺഡ് റവന്യൂ കൂടെ വരുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും ലാബിലിറ്റി ഉണ്ടെങ്കിൽ അതൊക്കെ ഈ സൈഡിൽ വരും. അസറ്റ് സൈഡിൽ നമ്മൾ ഫിക്സഡ് അസറ്റ്സ്, കറന്റ് അസറ്റ്സ് ഒക്കെ ഇതിൽ വരും. അതിൽ ഫിക്സഡ് അസറ്റ്സിൽ ഫർണിച്ചർ, മെഷീനറി, പ്ലാന്റ്, ലാൻഡ്, മോട്ടോർ വെഹിക്കിൾസ്, ഇൻവെസ്റ്റ്മെന്റ്സ്, ഇതൊക്കെ വരും. ഗുഡ് വില്ല് എന്ന് പറയുന്നത് പിന്നെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സൽപ്പേര് എന്ന് പറയും. ഗുഡ് വില്ല് ഒരു എമൗണ്ട് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ അത് എഴുതണം. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്, അതായത് ആ വർഷത്തെ ഇൻവെന്ററി അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക്, ബാക്കി വരുന്ന സ്റ്റോക്ക്, അത് അസറ്റ് സൈഡിൽ എഴുതും. ഇൻവെന്ററി നമുക്കറിയാം ഒരു അസറ്റ് ആണ്, കറന്റ് അസറ്റ് ആണ്. പിന്നെ സൺട്രി ഡെപ്റ്റേഴ്സ്, നമുക്ക് ക്യാഷ് തരാനില്ലവര്, ബിൽസ് റിസീവബിൾ, കിട്ടാനുള്ള ബില്ല്, ക്യാഷ് ഇൻ ഹാൻഡ്, കയ്യിലുള്ള ക്യാഷ്, പിന്നെ ബാങ്ക് ബാലൻസ്. പ്രീപെയ്ഡ് എക്സ്പെൻസ്, നമ്മൾ മുൻകൂട്ടി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് പ്രീപെയ്ഡ് സാലറി ഒക്കെ പ്രീപെയ്ഡ് എക്സ്പെൻസിലാണ് വരാം, അതൊക്കെ നമ്മൾ അസറ്റ് ആയിരിക്കും. അക്രൂഡ് ഇൻകം, കിട്ടാനുള്ള ഇൻകം, നമ്മളൊരു വർക്ക് ചെയ്തു പക്ഷെ ഇൻകം കിട്ടിയിട്ടില്ല, അതായത് അല്ലെങ്കിൽ നമ്മളൊരു ഷോപ്പ് റെന്റിന് കൊടുത്തിട്ടുണ്ട്, റെന്റിന്റെ ടൈം ആയിട്ടുണ്ട് പക്ഷെ നമുക്ക് പാർട്ടി ക്യാഷ് വന്നിട്ടില്ല, അതൊക്കെ അക്രൂഡ് ഇൻകത്തിൽ വരും.
പിന്നെ എന്താണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. നമ്മൾ റെന്റ് കൊടുക്കുന്ന സമയത്ത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ, പിന്നെ വേറെ എന്തെങ്കിലും അസറ്റ്സ് ഉണ്ടെങ്കിൽ അതർ അസറ്റ്സ്, ഇതൊക്കെ നമ്മൾ ഈ സൈഡിൽ എഴുതും. പെട്ടെന്ന് എഴുതിയെടുക്കാം. ബാലൻസ് ഷീറ്റ് ഹെഡിങ് കൊടുക്കാം, ഇത്ര എഴുതിയെടുക്കാം. ടോട്ടൽ ലാബിലിറ്റി സൈഡ് ടോട്ടൽ അസറ്റും ഈക്വൽ ആയിരിക്കും. ബാലൻസ് ഷീറ്റ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അത് നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യന് ഞാൻ ഗ്രൂപ്പിൽ ഇടാം, ഇന്നിടുന്നില്ല, നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം. നിങ്ങൾ ഈ ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ ഇനി ട്യൂസ്ഡേ കാണാം കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ ഇടും, നിങ്ങൾ അതുപോലെ ഞാൻ പറയുന്ന പോലെ വരച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും ഫൈനൽ അക്കൗണ്ട്സ്. ഓക്കെ, വൈൻഡപ്പ് ചെയ്യണേ. ഓക്കെ അല്ലേ? ഓക്കെ മിസ്റ്റർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഉണ്ടോ, ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ.